ഇഞ്ചി. ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, മാഞ്ചൂർ സൂപ്പ്. അതിനാദ്യം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെജിറ്റബിളും വേണം. ഇത് 3-4 കഷ്ണം ചിക്കനാണ്. അതിത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ക്ലോസ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. വെള്ളം ഒഴിച്ച് കൊടുക്കണം വേവിക്കാനുള്ള. പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പശുവിനെ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. നെയ്യൊക്കെ എപ്പോഴും കുറച്ചാൽ മതി, നല്ലതാണ്. ഇഞ്ചി വെളുത്തുള്ളി പൊടിങ്ങനെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇത് മുട്ട് വന്നിട്ടുണ്ട്. ഇരിക്കും കുറച്ച് സവാള പൊടിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ സവാള ഒന്ന് മുട്ട് വരണം. സവാള മുട്ടൊന്ന് കുറച്ച് കാബേജ് പൊടികൾ വരുന്നത്, ക്യാപ്സിക്കം, ക്യാരറ്റ്. ഇതൊരു പകുതി ക്യാപ്സിക്കം, അപ്പോൾ തന്നെ കാബേജ് കുറച്ച് മതി, ഒരു ക്യാരറ്റ്. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടിക്കോട്ടെ. ചെറുതായി പച്ചക്കറിക്ക് വാടി വന്ന് അതുപോലെ വാടി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ചിക്കൻ്റെ, അത് വെച്ചേക്കാം. ഉപ്പിട്ട് വെക്കാം. ഉപ്പ് ആവശ്യമുള്ള കൊടുത്താൽ മതി. ചിക്കൻ വേവിപ്പിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിപ്പിച്ചതാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പച്ചക്കറിക്ക് ഒന്ന് വെന്തോട്ടെ. അതൊക്കെ വേഗം വേവും. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്ന് നമുക്ക് ചിക്കൻ കൊടുക്കാം. നന്നായിട്ട് ചേർന്ന് യോജിക്കാനായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് സ്വർക്കം ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. പിന്നെ കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ടാക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്, അത് വെച്ചു. ഇതൊന്ന് തിളച്ച് വന്നിട്ട് അപ്പോൾ ഇത് കുറച്ച് കുറുകി വരും. പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ കഴിഞ്ഞിരിക്കണം, അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല.
നല്ല സൂപ്പ് ഒന്ന് തിളച്ച് വന്നിട്ട് എന്നിട്ട് ഓഫാക്കാം. അപ്പോൾ ഈ കോൺഫ്ലവർ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി കൂട്ടം. ഇനി കൂട്ടം കൂടുതൽ വന്നിട്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ജാസ്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് കലക്കി വെച്ചത്. നമുക്ക് കഴിക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ടിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, അത് മുട്ടിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർ ഒഴിച്ചു കൊടുക്കണ്ടേ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കുരുമുളകൊക്കെ ഇട്ടിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ്. ഞാനൊന്ന് ഉണ്ടാക്കി വെക്കുക സൂപ്പ്. പാത്രത്തേക്ക് നമ്മുടെ സൂപ്പ് തയ്യാറായി വന്നിട്ടുണ്ട്. ഈ മഴക്കാലത്തൊക്കെ നല്ല സൂപ്പ് കുടിച്ച് വെക്കുക. അതേപോലെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കുന്ന നേരത്ത് കുരുമുളക് ഇട്ട് കൊടുത്താൽ അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ പൊടിയാക്കി എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചിക്കി ഇട്ട് കൊടുത്താലും മതി. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ പിന്നെ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. കണ്ടോ, കുറച്ച് മല്ലിയില. പിന്നെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ടിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.